ഹലോ ഗൈസ്, ഇന്ന് പണി കിട്ടി ഉണ്ടാക്കിയൊരു തെരളിയാണേ. അപ്പോൾ ഈ മാവ് നമ്മൾ ഇടിയപ്പത്തിനെടുത്ത മാവാ. പക്ഷേ ഇത് പീച്ചിയ സമയത്ത് രാവിലെ താഴോട്ട് വരുന്നുണ്ടായിരുന്നില്ല. എന്തോ എവിടെയോ ഒരു വശപശവ് പറ്റിയതുകൊണ്ട് അത് അങ്ങനെ എടുത്ത് പിന്നെ ഫ്രിഡ്ജ് വെച്ച് തിരിച്ച് വൈകിട്ട് വന്നപ്പം അത് കുറച്ച് പഴവും കുറച്ച് ശർക്കരയും വാങ്ങിച്ച് അതങ്ങ് തെരളിയാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ മാവെടുത്ത് കളയണ്ടായല്ലോ. അപ്പം അത് ഞാനിങ്ങനെ എടുത്ത് എല്ലാം സെറ്റാക്കി മിക്സറി ജാറിൽ ഇട്ട് കഴിഞ്ഞപ്പോഴേ അതങ്ങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാട്ടോ. അതുകൊണ്ട് അത് ഇട്ട കാര്യമൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 ശർക്കരയും ഒരു അരമുറി തേങ്ങയും പിന്നെ ഒരു 3-5 പഴവും ഇട്ടിട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിലങ്ങ് അരച്ച് പേസ്റ്റ് ആക്കി എടുത്ത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇതേപോലെ ഇനി എത്ര പഴവും ശർക്കരയൊക്കെ ചേർത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തെരളിയുടെ കീ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഒരു വയണയിലയാണ് കേട്ടോ. അപ്പോൾ വയണയില അങ്ങോട്ട് എടുത്തിട്ട് കുറേശ്ശെ മാവെടുത്ത് ഒരു സൈഡ് അങ്ങോട്ട് വെച്ച് മടക്കുക, വീണ്ടും കുറച്ചെടുക്കുക, അടുത്ത സൈഡും കൂടെ ഇതേപോലെ മടക്കി നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് ആവി കയറ്റി വേവിക്കുക. എങ്ങനെ പോയാലും ഒരു 20-25 മിനിറ്റ് എടുക്കും കേട്ടോ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ തെരളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടില്ലേ കാണാൻ, കഴിക്കാനും അതേപോലെ തന്നെയാണ് കേട്ടോ.